ഗുഡ് മോർണിംഗ് എവറി വൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് നാളത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒന്ന് നോമ്പൊക്കെ ആയിരുന്നു, അതിൻ്റെ ക്ഷീണവും അതുപോലെ തന്നെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കൂടുതലായിട്ട് സോഷ്യൽ മീഡിയയിലോട്ടേക്ക് ആക്റ്റീവ് ആവാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഒരുപാട് മെസ്സേജസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് സന്തോഷം. കാരണം വെച്ചാൽ കുറേ പാരൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികളിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ള ഒരുപാട് പേരുടെ എക്സാം റിസൾട്ടിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അവരൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്രയും നല്ലൊരു മാർക്കോട് കൂടി കുട്ടിക്ക് മുമ്പോട്ട് വരാൻ പറ്റുമെന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജസ് കണ്ടു. ഒരുപാട് സന്തോഷം. നമ്മൾ ചെയ്ത ആഫ്റ്റർ തെറാപ്പിയും അതുപോലെ തന്നെ ആഫ്റ്ററിൻ്റെ നമ്മുടെ ട്രീറ്റ്മെന്റിനൊക്കെ ശേഷമുള്ള ഒരു റിസൾട്ട് നമ്മൾ അറിയിക്കുന്നു എന്ന് പറയുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൽ വലിയൊരു കാര്യം തന്നെയാണ് അല്ലെ. ഞാനെപ്പോഴും പറയാറുള്ളത് പോലെ ആരും ഈ ഭൂമിയിൽ ഒരു കഴിവുകളും ഇല്ലാതെ ജനിക്കുന്നില്ല. എല്ലാവർക്കും പഠനത്തിന് പ്രശ്നമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നില്ല. എല്ലാവരും ലേണിംഗ് ഡിസബിലിറ്റി ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ടവരുമല്ല. എല്ലാവർക്കും അവരുടെ കഴിവുകളുണ്ട്. പല മേഖലകളിലായിരിക്കും. ഒരുപക്ഷെ പഠനത്തിലൊക്കെ നല്ല മികവ് കാണിക്കാൻ പറ്റുന്ന കുട്ടികൾ തന്നെയായിരിക്കും. പക്ഷെ നമ്മൾ കൊടുക്കുന്ന മെത്തേഡ് അല്ലെ, നമ്മൾ കൊടുക്കുന്ന രീതിയിൽ ഒരു പക്ഷെ അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു ചേഞ്ചസ് ഒക്കെ വരുന്ന സമയത്ത് മോസ്റ്റ്ലി നമ്മുടെ കുട്ടികളെല്ലാം മുമ്പോട്ടേക്ക് കയറി വരും എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ കുറച്ച് പേരുടെ മെസ്സേജസ് ഒക്കെ കണ്ടു. റിക്വസ്റ്റഡ് വീഡിയോസ് ഉണ്ട് ചെയ്യാം. അതുപോലെ തന്നെ കുറേ മെസ്സേജസ് റീഡ് ചെയ്യാതെ പോയിട്ടുണ്ട്. അതൊക്കെ വീണ്ടും ആക്റ്റീവായി റീഡൊക്കെ ചെയ്ത് അതിനുള്ള റെസ്പോൺസും കാര്യങ്ങളൊക്കെ തരുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.